ചെറുകുന്ന് കട്ടക്കുളം സെന്റ് ജോസഫ് പള്ളിക്കരികിലുള്ളവർക്ക് പറയാനുള്ളത് അവർ ദിവസേന അനുഭവിക്കുന്ന ദുരിതയാത്രയെക്കുറിച്ചാണ്. മൃതശരീരവും വഹിച്ച് അരപ്പൊക്കം വെള്ളത്തിലൂടെയാണ് ജനങ്ങൾ കഴിഞ്ഞ ദിവസം യാത്ര ചെയ്തത്. ദിവസേന വേലിയേറ്റ സമയത്ത് റോഡും മീഞ്ചാൽ ബണ്ടിന്റെ അനുബന്ധ തോടും ഒന്നിക്കും. പിന്നെ യാത്ര ചെയ്യേണ്ടത് ഈ വെള്ളക്കെട്ടിലൂടെയാണ്. ചവിടുപ്പ് ഉണ്ടായിരുന്നു 2 ദിവസം മുമ്പ്. അതാണെങ്കിലും വെള്ളത്തിൽ കൂടെ കൊണ്ടുവരേണ്ട ഒരു ഗതികേടാണ്. ഇനിയിപ്പം വെള്ളം വന്നിട്ടുണ്ടെങ്കിൽ അടുത്തുള്ള പാത്രം പറ്റി ഒഴുകിപ്പോവും. ആ കഷ്ടകാലം വരെ ഞങ്ങൾ കഴിഞ്ഞു കൂട്ടിയതാണ്. അങ്ങനെയാണ് അനിയത്തിയുടെ മോൻ വീണത്. ഇങ്ങനെ കായലിൽ നടന്ന് സ്കൂളിൽ പോകുന്ന സമയത്തായിരുന്നു കുഞ്ഞ് മറിഞ്ഞ് വെള്ളത്തിൽ വീണ്. അത് അപ്പുറത്തെ കായലിൽ നിന്ന് ഇപ്പുറത്തേക്ക് ഒഴുകി ഇപ്പുറത്തെ കായലിലേക്കാണ് കൊച്ചു വന്നത്. കൊച്ചിന്റെ നിലവിളി കിട്ടാൻ ആൾക്കാരെല്ലാം ഓടി വന്ന് കൊച്ചിനെ രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ കൊച്ചിന്റെ ജീവൻ പോയാലും. ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടാനുള്ളത് ഒരു നാട് അനുഭവിക്കുന്ന ദുരിതയാത്രയെക്കുറിച്ചാണ്. ദിവസേന വേലിയേറ്റ സമയത്ത് കട്ടക്കുളം സെന്റ് ജോസഫ് പള്ളിയിലേക്കും സമീപത്തെ വീടുകളിലേക്കും എത്തണമെങ്കിൽ വെള്ളക്കെട്ടിലൂടെ സഞ്ചരിക്കണം. വേലിയിറക്ക സമയത്ത് മണ്ണിട്ട റോഡ് കാണാനാവും. പിന്നീട് വേലിയേറ്റ സമയത്ത് വെള്ളം നിറഞ്ഞാൽ റോഡ് ഏതാണെന്നും വെള്ളക്കെട്ട് ഏതാണെന്നും മനസ്സിലാക്കാൻ സാധിക്കില്ല. റോഡും മീഞ്ചാൽ ബണ്ടിന്റെ അനുബന്ധ തോടും ഒന്നിക്കും. കഴിഞ്ഞ ദിവസം സെമിത്തേരിയിൽ നിന്നും മൃതദേഹം വഹിച്ച ജനങ്ങൾ പോയത് അരപ്പൊക്കം വെള്ളത്തിലാണെന്ന് സെന്റ് ജോസഫ് പള്ളി വികാരി ഫാദർ ജോസഫ് പുല്ലേപ്പറമ്പ് പറയുന്നു. അപ്പോൾ ഈ പള്ളിയുടെ ഫ്രണ്ടിലുള്ള റോഡ് ഇടയ്ക്കിടയ്ക്ക് പുഴയിൽ വെള്ളം കയറുന്നതിനനുസരിച്ച് ഈ റോഡിലേക്കും വെള്ളം കയറി വരും. അപ്പോൾ അതിനിടയ്ക്ക് ഒരു പാലമുണ്ട് പള്ളിയുടെ ഫ്രണ്ടിനോട് ചേർന്ന്. ആ പാലത്തിൽ കൂടെയുള്ള വെള്ളം പോകാനുള്ള ഗ്യാപ്പ് ആ പാലത്തിനില്ല. ഇപ്പോൾ ഈവൻ ചവിടുപ്പ് ഉണ്ടായിരുന്നു 2 ദിവസം മുമ്പ്. അതാണെങ്കിലും വെള്ളത്തിൽ കൂടെ കൊണ്ടുവരേണ്ട ഒരു ഗതികേടാണ്. വിദ്യാർത്ഥികൾ സ്കൂളിൽ നിന്നും തിരിച്ചു വരുന്നതും ഈ വെള്ളക്കെട്ടിലൂടെയാണ്. കഴിഞ്ഞ ദിവസം ഇതുവഴി വരികയായിരുന്ന കുട്ടി വെള്ളത്തിൽ വീണ് അത്ഭുതകരമായി രക്ഷപ്പെട്ട കഥയും നാട്ടുകാർക്ക് പറയാനുണ്ട്. ഒപ്പം റോഡിൽ മാത്രമല്ല നല്ല മഴ പെയ്താൽ വീടുകളിലേക്കും വെള്ളം ഇരച്ചു കയറുന്ന കഥ മറ്റു ചിലർക്കും പറയാനുണ്ട്. ഇങ്ങനെ കായലിൽ നടന്ന് സ്കൂളിൽ പോകുന്ന സമയത്തായിരുന്നു കുഞ്ഞ് മറിഞ്ഞ് വെള്ളത്തിൽ വീണ്. അത് അപ്പുറത്തെ കായലിൽ നിന്ന് ഇപ്പുറത്തേക്ക് ഒഴുകി ഇപ്പുറത്തെ കായലിലേക്കാണ് കൊച്ചു വന്നത്. കൊച്ചിന്റെ നിലവിളി കിട്ടാൻ ആൾക്കാരെല്ലാം ഓടി വന്ന് കൊച്ചിനെ രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ കൊച്ചിന്റെ ജീവൻ പോയാലും. ഇവിടെ ബുദ്ധിമുട്ടാണ്. വർഷകാലാവും നമുക്ക് ഇതിലെ വഴി പോകാൻ കഴിയില്ല. മോളെ അടുക്കളോളം വെള്ളം കിട്ടുന്നു. ഇപ്പോഴോടെ ഇനിയിപ്പം വെള്ളം വന്നിട്ടുണ്ടെങ്കിൽ അടുത്തുള്ള പാത്രം പറ്റി ഒഴുകിപ്പോവും. ആ കഷ്ടകാലം വരെ ഞങ്ങൾ കഴിഞ്ഞു കൂട്ടിയതാണ്. ചെറുകുന്ന് പഞ്ചായത്ത് ഇടപെട്ട റോഡ് പകുതി വരെ ടാർ ചെയ്തിട്ടുണ്ട്. ബാക്കി റോഡിന്റെ കാര്യത്തിൽ തീരുമാനമാവാനുണ്ടെന്ന് പഞ്ചായത്ത് മെമ്പർ കെ കൃഷ്ണൻ പറയുന്നു. ഇവിടെയുള്ള ചെറിയ പാലവും കൾവേർട്ടും മാറ്റി സ്ഥാപിച്ചാൽ ഇതിന് പരിഹാരമാകുമെന്നാണ് ചിലർ പറയുന്നത്. നാട്ടുകാരുടെ ഈ ദുരിതയാത്ര കണ്ട് അധികൃതരുടെ കണ്ണു തുറക്കണമെന്ന് മാത്രമാണ് പറയാനുള്ളത്. ചെറുകുന്ന് കട്ടക്കുളത്തെ ഒരു റോഡിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. എന്നാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിൽ റോഡ് ഏതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. വേലിയേറ്റ സമയത്ത് ഈ റോഡിന്റെ അവസ്ഥ ഇതാണ്. കാലവർഷം കൂടുതൽ ശക്തമായ ഇതിലും പരിതാപകരമാണ് ഇവിടുത്തെ അവസ്ഥ. ഈ വെള്ളക്കെട്ടിലൂടെയാണ് ഈ ജനങ്ങൾ യാത്ര ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ഈ പള്ളിക്ക് സമീപത്തെ സെമിത്തേരിയിൽ നിന്നും മൃതശരീരം കൊണ്ടുപോയത് ഇതിലും പൊക്കമുള്ള വെള്ളത്തിലൂടെയാണ്. ജനങ്ങൾ വളരെയേറെ ദുരിതമാണ് അനുഭവിക്കുന്നത്. കുട്ടികളും വിദ്യാർത്ഥികളും മുതിർന്നവരുമെല്ലാം തന്നെ കടന്നു പോകുന്നത് ഈ റോഡിലൂടെയാണ്. കഴിഞ്ഞ ദിവസം ഒരു കുട്ടി വെള്ളത്തിലേക്ക് മറിഞ്ഞു വീഴുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. വർഷങ്ങളായി ജനങ്ങൾ ഈ ദുരിതത്തിന് പരിഹാരം ആവശ്യപ്പെടുന്നുണ്ട്. എന്നിട്ടും അധികൃതർ വേണ്ട നടപടി ഒന്നും തന്നെ കൈക്കൊണ്ടിട്ടില്ല. ഇതിന് എത്രയും പെട്ടെന്ന് പരിഹാരം കാണണമെന്നാണ് അപേക്ഷിക്കാനുള്ളത്. ക്യാമറമാൻ നികേഷ് താവത്തിനോടൊപ്പം ഷാരിമരാജൻ, കണ്ണൂർ വിഷൻ.